പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ ചതികളുമായി മുന്നിലേക്ക് പോകുകയാണ് സൂര്യ. ഇതിൻ്റെ ഭാഗമായി മനുവിനെ നോക്കുന്നതിന് സ്നേഹയെ കൊണ്ടുവരുന്നു. സ്നേഹയെ പോലെയുള്ള എക്സ്പീരിയൻസ്ഡായ ഒരു നഴ്സിൻ്റെ സാമീപ്യം മനുവിന് ഇപ്പോൾ ആവശ്യമാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വീട്ടുകാർ ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്ന സൂര്യ മനുവിൻ്റെ ഹൃദയത്തിലെ പ്രണയം പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. സ്നേഹയ്ക്ക് സ്നേഹ വിചാരിച്ച ജീവിതം ലഭിക്കും. അതിനുള്ള അവസാന അവസരമായിട്ട് ഇത് കാണണം. അതുകൊണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യണമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഞാനെങ്ങനെ ചെയ്യാമെന്നുള്ള ഉറപ്പ് സ്നേഹ നൽകിയിരിക്കുകയാണ്. ഇതോടെ സ്നേഹയെ ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് നടക്കാൻ സാധിക്കാവുന്ന കാര്യങ്ങൾ നടത്തി എടുക്കണമെന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് പോകുന്ന സൂര്യ ഇതേ തുടർന്ന് മനുവിൻ്റെ മുന്നിൽ വെച്ച് ഫ്ലിർട്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. മനു എന്നാൽ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മനുവിന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. സ്നേഹയാകട്ടെ എന്തു ചെയ്യും എന്നറിയാതെ മനുവിൻ്റെ അടുത്തേക്ക് വന്നതിനെ തുടർന്ന് മനു തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. വിട്ടുവീഴ്ചയില്ലാതെ തൻ്റെ അഡമൻ്റ് ബിഹേവിയറുമായി മനു മുന്നിലേക്ക് പോകുന്നു. ഇത് കാണാൻ ഇടയാകുന്ന സ്നേഹ മനു ഇപ്പോൾ മനസ്സ് തുറക്കേണ്ട ആവശ്യമില്ല. പിന്നെ കണ്ടില്ലേ, ഫുൾ ഇഞ്ചുറി ആയതുകൊണ്ട് അതിൻ്റെതായ പ്ലാസ്റ്റിക്കും ശരീരത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് അനങ്ങാതെ ഇരിക്കണം എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ മനു തൽക്കാലത്തേക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് എത്തുകയാണ്. ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ്. ഇനിയും അഞ്ജലിയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്ന കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് സ്നേഹയുടെ അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് അഞ്ജലിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് അഞ്ജലി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഇതോടെ ഞാൻ ഇവിടേക്ക് വന്നത് ഒട്ടും തന്നെ നിനക്ക് ഇഷ്ടമായില്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. അതെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള പൂർണ്ണ അവകാശമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് സ്നേഹ. കാരണം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയധികം എന്നെ സ്നേഹിച്ച ഒരാളെ വഞ്ചിക്കുക തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ അത് മനുവിന് നല്ലൊരു ജീവിതം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞ് കിടക്കുകയാണ് എന്നുള്ള കാര്യവും എനിക്കറിയാം. ഒരിക്കലും ഞാൻ അങ്ങനെ സംഭവിക്കണമെന്ന് കരുതിയിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്തായാലും മനു കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവിടേക്ക് വരുന്ന അഞ്ജലി സ്നേഹയോട് അധികം അടുപ്പമൊന്നും എൻ്റെ ഭർത്താവുമായി വേണ്ട എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അവൾ കാരണം ഞാൻ ഇതുവരെ കഷ്ടപ്പെടുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നും ഒരു നല്ല കാര്യം ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. സ്നേഹ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തത് തിരിച്ചടിയായിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും, എങ്ങനെ ചെയ്യും മുതലായ ചോദ്യങ്ങൾ മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. പക്ഷേ ഇത് തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള തീരുമാനം എടുക്കുന്നത്. വർഷങ്ങളായി കൂടെ നിങ്ങളെല്ലാവരും ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാവുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാനൊരു തീരുമാനം കൃത്യമായി എടുത്തിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ അഞ്ജലിക്ക് മാത്രമേ ഭാര്യാപദവി ഉണ്ടായിരിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർ എന്തൊക്കെ ചെയ്താലും ആ തീരുമാനം ഇനി മാറാൻ പോകുന്നില്ല എന്നും സ്നേഹയുടെ സ്നേഹമൊന്നും ഇനി എനിക്ക് വേണ്ട എന്ന് തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം സ്നേഹയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.